ഒരു ശതാധിപൻ യേശു കർത്താവിൻ്റെ വന്നു. എൻ്റെ ദാസന് സുഖമില്ല, നീ ഒന്ന് സൗഖ്യമാക്കണം. യേശു പറഞ്ഞു, ഞാൻ വരാം. ഇവൻ പറഞ്ഞു, അങ്ങ് വരണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ കീഴിലും പടയാളികളുണ്ട്, അതുകൊണ്ട് അങ്ങൊന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ പലരും മുറവിളി കൂട്ടുകയാണ്, ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. ഭരണകർത്താക്കൾ മുഖപക്ഷം കാണിക്കുന്നു. അവരുടെ പാർട്ടിക്കാര് രക്ഷിക്കുന്നു, അവരുടെ ജാതിക്കാര് രക്ഷിക്കുന്നു, ഞങ്ങളെ അവഗണിക്കുന്നു. ഒരു ദേശത്ത് ഒരു ശക്തിയുള്ള രാജ്യം വലിയ കൂട്ടം ആൾക്കാരെ കൊല്ലുന്നു, അതുകൊണ്ട് ഞങ്ങളിവിടെ പ്രകടനം നടത്തുന്നു. ഒരു കാര്യമില്ല. ഈ വിഷയങ്ങളിലെല്ലാം ഒരു ദൈവിക ഇടപെടൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, നമ്മൾ ചെയ്യേണ്ടത് യഥാസ്ഥാനപ്പെടുക എന്നുള്ളതാണ്. അധികാരത്തിന് നമ്മൾ കീഴ്പ്പെട്ടിരുന്നാൽ നമുക്ക് വേണ്ടി അധികാരങ്ങളോട് ദൈവം ഇടപെടും. അതാണ് ദൈവത്തിന്റെ തിയറി. ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം, മക്കൾ കർത്താവിൽ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കണം, ഭർത്താവോ ഭാര്യയെ കർത്താവിൽ സ്നേഹിക്കണം, മേലുദ്യോഗസ്ഥനെ കർത്താവിൽ കീഴുദ്യോഗസ്ഥൻ കീഴടങ്ങിയിരിക്കണം, മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനെ കർത്താവിനെ ഭയപ്പെട്ട് പീഡിപ്പിക്കരുത്. ഇങ്ങനെ പരസ്പരപൂരകങ്ങളായി ദൈവഭയത്തോടെ അധികാരത്തിന് കീഴ്പ്പെട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, അധികാരത്തോട് മറുതലിക്കാതെ നിൽക്കുകയാണെങ്കിൽ, നിങ്ങളെ പീഡിപ്പിക്കുന്ന വലിയവൻ, ഏത് വലിയവനായാലും ഏത് അധികാരിയാണെങ്കിലും സ്വർഗ്ഗം ഇടപെടും. ഒരു വാക്കുകൊണ്ട് ഇടപെടും. പ്രാർത്ഥനാമുറിയിലിരുന്ന്, കൂട്ടായ്മയിലിരുന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കും.